ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പൊ നമ്മൾ കുറേ ആയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിലാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴാണ് നമ്മളൊന്ന് റിക്കവർ ചെയ്ത് ഓക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നൊന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നമ്മൾ അധികം വൈകിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ കുറച്ചതായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. മറ്റൊന്നല്ല, നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആദ്യം തന്നെ എനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് അറിയുന്നത് മഞ്ഞപ്പിത്തത്തിന്റെ സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മഞ്ഞപ്പിത്തം ആണെന്നൊന്നും നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് ആകപ്പാടുള്ള ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കാലിനൊരു പെയിൻ ഉണ്ടായിരുന്നു. അല്ലാതെ നമുക്ക് പനിയോ വൊമിറ്റിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ തന്നെ ഈ മഞ്ഞപ്പിത്തത്തിലോട്ട് അങ്ങോട്ട് പോകുന്നില്ലല്ലോ, എന്താണെന്നൊന്നും നമ്മളും ടെസ്റ്റ് ചെയ്തില്ല. നമ്മള് പെയിൻ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോളോ കഴിച്ചു കേട്ടോ. നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ മഞ്ഞപ്പിത്തത്തിന്റെ സിംറ്റംസ് ഒക്കെ കണ്ടാൽ നമ്മൾ ഡോളോ ഒന്നും കഴിക്കാൻ പാടില്ല, പെട്ടെന്ന് കിഡ്നിക്കൊക്കെ പിടിക്കും എന്നൊക്കെയാ പറയാറുള്ളത്. പക്ഷെ നമുക്കറിയില്ലായിരുന്നു മഞ്ഞപ്പിത്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ നമ്മള് ഡോളോ അരപ്പൊട്ട് വീതം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ കഴിച്ചുകൊണ്ട് വന്നു. കാരണം പെയിൻ ഒന്നും മാറുന്നേ ഇല്ല. അപ്പൊ നമ്മള് അന്ന് സൺഡേ ആയതുകൊണ്ട് പിറ്റേ ദിവസം നമ്മള് ഹോസ്പിറ്റലിൽ ഒരു ഗൈനക്കിനെ കൊണ്ടുപോയി കാണിക്കാം, ബാക്ക് പെയിൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ പീരീഡ്സിന്റെ ആണെന്ന് എനിക്ക് കൺഫേം പറയാൻ പറ്റില്ലായിരുന്നു, കാരണം എനിക്ക് പീരീഡ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം പീരീഡ്സിന്റെ പെയിൻ അല്ലാന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ നമ്മൾ പിറ്റേ ദിവസം ഒരു ഗൈനക്കിനെ കൊണ്ടുപോയിട്ട് കാണിക്കാന്നൊക്കെ വിചാരിച്ചു. അന്ന് സൺഡേ ആയതുകൊണ്ട് എവിടെയും ഡോക്ടർ ഇല്ല. അപ്പൊ നമ്മളെ കയ്യിലുള്ളത് ഡോളോ ആണ്. അപ്പൊ നമ്മൾ അത് തന്നെ അങ്ങോട്ട് കഴിച്ചു. അതും കഴിച്ചിട്ട് നമ്മള് എന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ നമ്മളൊരു ചിക്കൻ ബിരിയാണിയും കഴിച്ചു കേട്ടോ. നമുക്കറിയില്ലായിരുന്നു മഞ്ഞപ്പിത്താണെന്ന് നമുക്കറിയില്ലല്ലോ. ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചപ്പോ നമുക്ക് വയറ് നല്ല പെയിൻ ഉണ്ടായിരുന്നു. നമുക്ക് എന്താണെങ്കിലും ചിലപ്പോ ഇങ്ങനെ എന്തെങ്കിലും ബോഡി പെയിനോ പനി ഉണ്ടാവാനുള്ള സിംറ്റംസ് ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത്ര കാര്യമാക്കിയില്ല. നമുക്ക് പിറ്റേ ദിവസം ആണെങ്കിൽ മോന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അവനെയും കൊണ്ട് കുറച്ച് ദൂരമുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒന്ന് നമുക്ക് ഈ അപ്പൊ കഴിക്കാനൊന്നും പറ്റില്ല, വയറിങ്ങനെ ഗ്യാസ് നിറഞ്ഞ പോലെ തോന്നും. പിന്നെ നമുക്ക് ഫുഡിനോടൊക്കെ ഒരു മടുപ്പ് വരും. നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഒരു സിംറ്റംസ് ആണ് നമുക്ക് മഞ്ഞപ്പിത്തത്തിന് എനിക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. എല്ലാ ഫുഡിനോടും പൊതുവെ വൊമിറ്റിങ് വരിക, ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോ തന്നെ വൊമിറ്റിങ് വരിക, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോണത് കൊണ്ട് നമ്മള് വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോയി. ഒന്നും വല്ലാതെ ഒന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ അവനെ അവിടെ കാണിച്ചു, അവന് സ്കാനിങ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റണില്ല, വൊമിറ്റിങ് വരിക. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾ ഫുഡ് കഴിക്കുമ്പോഴും കൂടി നമുക്ക് വൊമിറ്റിങ് വരിക. ഇളനീര് മാത്രമായിട്ട് അന്ന് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മോനെയൊക്കെ കാണിച്ചിട്ട് പോരുന്ന വഴിയിൽ എനിക്ക് BP കുറയുന്നത് പോലെ, വൊമിറ്റിങ് എടുക്കുക, അതുപോലെ തന്നെ തല ഇറങ്ങുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ പോരുന്ന വഴിക്കൊന്ന് ക്ലിനിക്കിൽ കയറിയിട്ട് ട്രിപ്പ് ഒക്കെ ഇട്ട്, പ്രഷർ കുറഞ്ഞതായിരിക്കാം എന്നുള്ളതിൽ ട്രിപ്പ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ട് നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അന്ന് ഞാൻ കഴിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ മാത്രം കുടിച്ചിട്ടാണ് അന്ന് നൈറ്റ് കിടന്നുറങ്ങിയത്. നൈറ്റ് കിടന്നുറങ്ങി പിറ്റേ ദിവസമായി നമ്മള് ബാത്റൂമിൽ പോയപ്പോ നമ്മുടെ യൂറിന് കട്ടൻ ചായ കുടിച്ച അതേ ഒരു കളറ്. കാരണം നമുക്ക് ആകെ പേടി, ബ്ലഡ് അല്ല എന്നാല് ഇപ്പൊ നമുക്ക് ഒരു യെല്ലോ അല്ല, അങ്ങനത്തെ ഒരു ബ്രൗൺ പോലത്തെ ഒരു യൂറിന്. അത് കണ്ടപ്പോ തന്നെ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. കാരണം ഞാനൊരു ലാബ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി മഞ്ഞപ്പിത്തത്തിന്റെ എന്തോ ഒരു ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ അതിന്റെ തലേന്ന് ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ആകെ പേടിച്ചു. പിന്നെ നമ്മൾ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് ഡോക്ടറെ കാണാൻ പോകുന്നത്. അങ്ങനെ ചെക്ക് ചെയ്തു. മോക്കും അതുപോലെ തന്നെ അവള് ഒരാഴ്ചത്തോളമായി പറയുന്നുണ്ടായിരുന്നു വയറുവേദന വയറുവേദന എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവൾക്കും തന്നെ ഫുഡിനോട് മടുപ്പ്, ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. വൊമിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ മഞ്ഞപ്പിത്തത്തിന് നല്ല പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, പിന്നെ ഛർദിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പനിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് കാര്യമായിട്ട് ഉണ്ടായിരുന്നത് ഇങ്ങനെ ബാക്ക് പെയിൻ, നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ക്ഷീണം ഉണ്ടായിരുന്നു, ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവളതും ചെക്ക് ചെയ്തു, എന്റേതും ചെക്ക് ചെയ്തു. രണ്ടുപേർക്കും മഞ്ഞപ്പിത്താണെന്ന് അറിഞ്ഞു. എനിക്ക് തുടക്കമായിരുന്നു, അവൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു. യൂറിന് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അവൾക്ക്. കാരണം അവൾക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ നല്ല പെയിനും അതുപോലെ തന്നെ യൂറിൻ പോകാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ അവളെ ട്രിപ്പ് ഇട്ട് നമുക്കുള്ള മെഡിസിനും കാര്യങ്ങളും നമ്മൾ വാങ്ങി. ഇപ്പൊ നമുക്കൊരു 1 മന്തോളമായി നമ്മളിപ്പോ ചെക്കപ്പിലും കാര്യത്തിലൂടെ കടന്നു പോയിട്ട് ഇപ്പൊ നമ്മളത് ഒന്ന് ലെവലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ മഞ്ഞപ്പിത്തം ഉണ്ടോ ഇല്ലെന്ന് അറിയാതെ നമ്മൾ ഒരിക്കലും നോൺ വെജ് കഴിക്കരുത്. നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ മഞ്ഞപ്പിത്തം ഉണ്ടെന്ന്, നമുക്ക് അത്ര അറിയില്ലായിരുന്നു. കാരണം മഞ്ഞപ്പിത്തത്തിൻ്റെതായിട്ടുള്ള സിംറ്റംസ് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് മോളും കഴിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി. എസ്പെഷ്യലി നമ്മൾ ചിക്കൻ ഒന്നും കൂട്ടാൻ പാടില്ല എന്നാണ് പറയാറ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ പിറ്റേ ദിവസം നമ്മൾ നല്ല പോലെ ടയേർഡായി, നമുക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു അവക്കായാലും എനിക്കായാലും. ആ പിറ്റേ ദിവസം മുതലാണ് നമുക്ക് ചിക്കൻ കൂട്ടിയതിന്റെ, അതായത് ബിരിയാണി, ചിക്കൻ ബിരിയാണി നമ്മൾ ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത്. പിറ്റേ ദിവസം മുതലാണ് നമുക്ക് ഛർദി തുടങ്ങുന്നത്, ക്ഷീണം തുടങ്ങുന്നത്, വയറുവേദന തുടങ്ങുന്നത്. അതുപോലെ അത്രയും ദിവസം ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.
അന്നാണ് പിന്നെ തുടങ്ങുന്നത്. പിന്നെ കുറച്ച് സീരിയസ് ഒക്കെ ആയി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോർമൽ ആയിട്ട് വരുന്നു. ഇപ്പൊ എല്ലായിടത്തും കാണുന്നുണ്ട് ഒരു വൈറൽ ഫീവറിന്റെ പോലെ തന്നെയാണ് ഇപ്പൊ മഞ്ഞപ്പിത്തം കടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത് പേടിക്കാനൊന്നുമില്ല. ശരിക്കും നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത് പോകാവുന്ന ഒരു അസുഖം തന്നെയാണ്. പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം. കാരണം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യണം. ലിവറിന് നമുക്ക് പിടിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ലല്ലോ. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന് മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തുടക്കമായിരുന്നു, പിന്നെ അവൾക്ക് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അവൾക്കും നോർമലായി, ഇപ്പൊ നമ്മളതും നോർമലായി. ഇന്നാണ് നമ്മളൊന്ന് ശരിയാക്കി ശരിക്കും ഓക്കെ ആവുന്നത്. ഏകദേശം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് ഞാൻ കഴിക്കുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. കാരണം അതോളം എനിക്ക് ചോറ് കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്ന ഒന്ന് റോബസ്റ്റ് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറുപഴം കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഓറഞ്ച് അങ്ങനത്തെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അത് ചോറൊന്നും തീരെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊരു 2 വീക്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോറൊക്കെ കഴിക്കല് തുടങ്ങിയത്. നമുക്ക് ചോറിനോടൊക്കെ മടുപ്പുണ്ടായിരുന്നു, വൊമിറ്റിങ് വരുന്ന പോലെയൊക്കെ തോന്നും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഓയിലൊക്കെ കുറച്ച്, എണ്ണയൊക്കെ കുറച്ചിട്ടാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത്. പിന്നെ നോൺ വെജ് കഴിക്കാറില്ല. നമ്മൾ ചെറിയ മീനുകളൊക്കെ കൂട്ടി തുടങ്ങാന്ന് ഇപ്പോഴാണ് നമ്മളോട് പറയുന്നത്. ഇത്രയും ദിവസം നമ്മൾ ഒരു മാസത്തോളം നമ്മൾ മീനുകളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇന്നലെ നമുക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു, ലാസ്റ്റത്തെ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾക്ക് നോർമലായി. അപ്പൊ ഞാൻ നമ്മളോട് പറഞ്ഞു ചെറിയ ചെറിയ മീനുകളൊക്കെ കൂട്ടാൻ, മത്തി അങ്ങനത്തെ മീനുകളൊക്കെ കൂട്ടാൻ തന്നു. അപ്പൊ നമ്മൾ ഇന്നലെയാണ് ഒരു മാസത്തിന് ശേഷം നമ്മൾ മീൻ, എന്നാലും അധികം ഒന്നും കൂട്ടിയിട്ടില്ല, എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. മോള് മീൻ പൊതുവെ കഴിക്കില്ല. ഇപ്പോഴും നമ്മൾ കഴിക്കുന്നത് ചെറുപയർ, മമ്പയർ, അതുപോലെ തന്നെ അങ്ങനത്തെ കടല, അങ്ങനെ പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കും. പിന്നെ പച്ചക്കറികൾ നമുക്ക് കഴിക്കാം, അങ്ങനത്തെ ഒക്കെ കഴിക്കും. പിന്നെ ദോശയാണ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കാറുള്ളത്, എണ്ണയൊന്നും ആക്കാതെ കഴിക്കാമല്ലോ. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ പേടിക്കേണ്ട ഒരു സംഭവമൊന്നും അല്ല മഞ്ഞപ്പിത്തം. ശരിക്കും നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്ത് ടാബ്ലറ്റ് എടുത്താൽ തന്നെ നമ്മളത് മാറും. പിന്നെ നമ്മൾ മഞ്ഞപ്പിത്തം ഉണ്ടായി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 6 മാസത്തോളം നമ്മൾ നോൺ വെജ് കഴിക്കാതെ നമ്മൾ സൂക്ഷിക്കുക. കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ പോയി നോൺ വെജ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ അതിന്റെ കേട് നമുക്ക് തന്നെ എല്ലാം അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ മാക്സിമം ഒരു 6 മാസത്തോളം നമ്മൾ നോൺ വെജ്, അതായത് ചിക്കന്, പിന്നെ ബീഫ് അങ്ങനത്തെ പൊരിക്കണ ഐറ്റംസ് ഒക്കെ കഴിക്കാതിരിക്കുക. അപ്പൊ മുട്ട, അതുപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെ കഴിക്കാതിരിക്കാം. ഇപ്പൊ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല പോലെ വെള്ളം കുടിക്കണം, എന്നാലും നമ്മളെ യൂറിൻ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. ഇപ്പോഴും നമ്മളത് നോർമൽ ആയിട്ടില്ല, ടൈം എടുക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ നന്നായി വെള്ളം കുടിക്കുക. ശരിക്കും നമ്മൾ വെള്ളം അതുപോലെ തന്നെ തിളപ്പിച്ച് കുടിച്ചാൽ നമുക്ക് വൊമിറ്റിങ് വരും. അപ്പൊ നമ്മൾ ജീരകം ഇട്ട് കുടിക്കുക. ജീരകം ഇട്ട് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ യൂറിൻ കുറേയൊക്കെ തെളിയും കേട്ടോ. അപ്പൊ യൂറിൻ അല്ല, നമുക്ക് ജീരകം ആകുമ്പോൾ തന്നെ നമുക്ക് മടുപ്പുണ്ടാവില്ല വെള്ളം കുടിക്കാൻ. പറ്റും നമ്മൾ വെള്ളം അതുപോലെ തന്നെ തിളപ്പിച്ച് കുടിക്കുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പൊ അതിലോട് ജീരകമൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാനൊന്നും വരില്ല. അപ്പൊ നമ്മൾ മഞ്ഞപ്പിത്തം ഇപ്പൊ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു അസുഖമാണ്. പിന്നെ നമ്മൾ മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഒരു വൈറൽ ഫീവറിന്റെ മാതിരി വൈറസിന്റെ പോലത്തെ ഒരു മഞ്ഞപ്പിത്താണ് ഇപ്പൊ പൊതുവെ കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ മഞ്ഞപ്പിത്തം എല്ലാവരും ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യുക, ബാക്കിയുള്ളവർ വേറെ നമുക്ക് 2 ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളൊക്കെ മാറ്റി വെക്കുക. അങ്ങനെയൊക്കെ നമ്മൾ കുറെയൊക്കെ നമ്മൾ സൂക്ഷിക്കുക, മറ്റുള്ളവർക്ക് ഉണ്ടാകാതെ നമുക്ക് സുഖമായിട്ട് പോവാം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മഞ്ഞപ്പിത്തത്തിന് നമുക്ക് ഉണ്ടായിട്ടുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇതുവരെ എനിക്കോ അല്ലെങ്കിൽ എന്റെ മോക്കോ ഞങ്ങൾക്ക് ആർക്കും മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്ക് അറിയില്ലായിരുന്നു മഞ്ഞപ്പിത്തത്തിന്റെ സിംറ്റംസ് ആണ് ഇതൊക്കെയെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിന്റെ സിംറ്റംസ് അല്ല നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ചിലർക്ക് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ചൊറിച്ചിലുണ്ടായിട്ടുണ്ട്, നല്ലപോലെ ചൊറിച്ചിലുണ്ടായിട്ടുണ്ട്. അപ്പൊ ചൊറിച്ചിലുണ്ടാകുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബിലിറുബിൻ കൂടുമ്പോഴാണ് ചൊറിച്ചിലുണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഒരു ആര്യവേപ്പൊക്കെ ഇട്ട് ചൊറിയാണെങ്കിൽ, അതായത് നമ്മുടെ മേത്ത് നല്ലപോലെ തടവുകയാണെങ്കിൽ നമുക്ക് ആ ചൊറിച്ചിൽ മാറിക്കിട്ടും. പിന്നെ ബിലിറുബിൻ കൂടി കഴിഞ്ഞാലാണ് നല്ലപോലെ ചൊറിച്ചിലുണ്ടാവുക. അപ്പൊ ബിലിറുബിൻ നോർമലായി കഴിഞ്ഞാൽ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു. കാരണം ബിലിറുബിൻ കുറച്ച് കൂടുതലുണ്ടായപ്പോൾ നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു. ഇപ്പൊ നോർമൽ ആയപ്പോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും മഞ്ഞപ്പിത്തം എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫുഡ് കൺട്രോൾ ചെയ്ത് പോവുക. അപ്പൊ ഇനി ഞങ്ങൾക്ക് ടാബ്ലറ്റ് ഒന്നും എടുക്കേണ്ടെന്നാണ് പറഞ്ഞത്, ഫുഡ് കൺട്രോൾ ചെയ്ത് പോകാനാണ് പറഞ്ഞത്. അപ്പൊ ഇനി നിങ്ങൾ മഞ്ഞപ്പിത്തം ഉള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം ഇല്ലാത്തവരാണെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഇനി നമ്മൾ മഞ്ഞപ്പിത്തത്തിന് എന്തെല്ലാം ഫുഡാണ് നമ്മൾ റൊട്ടീനായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ടാറ്റാ.